നമസ്കാരം സുഹൃത്തുക്കളെ. ടാറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ഭാഗ്യരേഖ തെളിഞ്ഞിരിക്കുന്നു. ശത്രുക്കൾ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. ഈ വ്യക്തി നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടം പോലെ വരുന്നു. ഇതാണ് ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന തലക്കെട്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെയും ഈ വായന കാണുവാനായി ശ്രമിക്കുക. ഇന്നത്തെ ഈ വായന വളരെയധികം സന്തോഷവും ഊർജവും സംതൃപ്തിയും നൽകുന്നു. കാരണം ഇന്നത്തെ ഈ വായനയിൽ വളരെയധികം ആത്മാർത്ഥ പ്രണയത്തിൻ്റെ ഒരു തീവ്രതയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ ഒരു പ്രണയബന്ധത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ ആഴം, പ്രയാണം ഏറെ കാലമായി നിങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട്. ഈ വ്യക്തിക്കാണെങ്കിൽ പോലും നിങ്ങളെന്ന് പറയുന്നത് അത്രമേൽ മനസ്സിൻ്റെ ആഴത്തിൽ പതിഞ്ഞു പോയിട്ടുള്ള ഒരു ബന്ധമായി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി ഏതൊരു ഉദ്ദേശത്തിലാണോ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്, ആ ഒരു ഉദ്ദേശം തന്നെയാണ് ഇപ്പോഴും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ സന്തോഷകരമായി സംതൃപ്തിയോടുകൂടി പരസ്പര ധാരണയോടുകൂടി സ്നേഹിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തിയുടെ ആഗ്രഹം. ഈ ഒരു ആഗ്രഹം ഈ വ്യക്തിയുടെ മനസ്സിൽ അതിതീവ്രമായി ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു പ്രണയബന്ധമായിട്ടോ ദാമ്പത്യ ജീവിതമായിട്ടോ കാണിക്കുന്നുണ്ട്. അത് ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിൽ പോലും നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ അത്രയും അധികം പതിഞ്ഞു പോയിട്ടുള്ള ഒരു ബന്ധം തന്നെയാണിത്. നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഒന്നായി ജീവിക്കണം, അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുന്നിൽ, തള്ളിപ്പറഞ്ഞവരുടെ മുന്നിൽ നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധമോ ദാമ്പത്യ ജീവിതമോ മര്യാദക്ക് മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞ ആ വ്യക്തികളുടെ മുന്നിൽ ജീവിച്ച് കാണിക്കണം എന്നുള്ള, അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിച്ച് കാണിക്കണം എന്നുള്ള മനസ്സാണ് ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഉള്ളത്. ചില സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങളോടുള്ള മനോഭാവമോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്വഭാവ രീതിയോ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. കാരണം അതൊരിക്കലും ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ടോ അല്ല. സാഹചര്യങ്ങളാണ് ഈ വ്യക്തിയെ പല രീതിയിലും നിങ്ങളിൽ നിന്നും അകറ്റിയിട്ടുള്ളത്. അതിൽ കൃത്യമായ കാരണങ്ങളും മോശപ്പെട്ട സാഹചര്യങ്ങളും എതിരായിട്ടുള്ള അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, പലതരത്തിലുള്ള തടസ്സങ്ങളെയും വളരെ ബുദ്ധിപൂർവം നീക്കിക്കൊണ്ട് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയുടെ മനസ്സിലെ ആ ഒരു വേദന അത് തീർത്തും മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളാണെങ്കിൽ പോലും ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് വിഷമങ്ങളും ഈ ഒരു ബന്ധത്തിൽ അനുഭവിച്ചു തീർത്തിട്ടുണ്ടാകാം. അതിൽ പലതും ഒരു മോശപ്പെട്ട കർമ്മമായിട്ടും കിടക്കുന്നതായും നമുക്കിവിടെ കാണാം. ഇതിൽ പല കാര്യങ്ങളും ഒരു മുറിവ് പറ്റിയ സ്ഥലത്ത് അത് പിന്നീട് ഉണങ്ങുന്നത് പോലെ നിങ്ങളുടെ പല മനസ്സിലെ മുറിവുകളും വിഷമങ്ങളും പതുക്കെ പതുക്കെ ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ ഈ വ്യക്തിയെ തരം താഴ്ത്താനും താഴ്ത്തിക്കെട്ടാനും നിങ്ങളിൽ നിന്നും വ്യതിചലനം സംഭവിപ്പിച്ച് വേറെ വഴിക്ക് വിടാനും ഒക്കെ മറ്റു പലവരും നോക്കുന്നുണ്ട്, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇനി വിലപ്പോകില്ല. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പൊയ്മുഖങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ അഴിഞ്ഞു വീഴുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടുള്ള നിമിഷങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം. നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാതെ ഈ വ്യക്തി പല വഴികളിലൂടെയും അല്ലെങ്കിൽ തെറ്റായ വഴിയിൽ സഞ്ചരിച്ചതുമായി നമുക്കിവിടെ കാണാം. പക്ഷെ തീർച്ചയായിട്ടും ഇവിടെ ഏതൊരു ശത്രുക്കളാണോ ഏറ്റവും കൂടുതൽ ഊർജത്തോടെയും ആർജവത്തോടെയും നിങ്ങളെ രണ്ടുപേരെയും രണ്ട് വഴിക്കാക്കാൻ നോക്കിയത്, ആ ശത്രുക്കൾ തന്നെ ഇപ്പോൾ തോറ്റു നിൽക്കുന്ന ഒരവസ്ഥയായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ശക്തമായി പ്രതികരിക്കുകയും അതിശക്തമായി പ്രാർത്ഥിക്കുകയും ഉപവസിച്ച്
നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന, അതായത് നല്ല രീതിയിൽ രക്ഷാകവചം ഉള്ള വളരെ ഉഗ്രരൂപിണികളായ സ്ത്രീകളുടെ എനർജിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വായന കാണുന്നത് കൂടുതലും സ്ത്രീകളും ആയിരിക്കാം. നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയിലും മനസ്സിലുള്ള ആ ഒരു അതിതീവ്രമായ ആഗ്രഹവും തന്നെയാണ് നിങ്ങളെ ഇത്തരം വിജയങ്ങളിലേക്ക് എത്തിക്കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പ്രണയബന്ധത്തിനോ ദാമ്പത്യ ജീവിതത്തിനോ അർഹിക്കപ്പെട്ടവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ദൈവമോ അല്ലെങ്കിൽ ഈ പ്രപഞ്ച ശക്തിയോ നിങ്ങളെ പല രീതിയിലും പരീക്ഷിച്ചിരിക്കുന്നു. ആ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നതുമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അനാവശ്യമായി ഓർക്കുകയോ വിഷമിക്കാനോ നിൽക്കുന്നതായി നമുക്കിവിടെ കാണുന്നില്ല. കാരണം നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ നടക്കുന്നതോ കാലുപിടിക്കുന്നതോ അപേക്ഷിക്കുന്നതോ കരയുന്നതോ നിങ്ങൾ നിർത്തിയിരിക്കുന്നു. നിങ്ങളുടെ കാര്യത്തിലേക്ക് മാത്രം നല്ല രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ വ്യക്തി എന്തെങ്കിലും നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങൾക്ക് പുറമെ വന്നോളും എന്നുള്ള വിശ്വാസത്താലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ആ വിശ്വാസം നിങ്ങളെ രക്ഷിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ ഉപാസനാമൂർത്തി നിങ്ങളെ കൈവിട്ട് കളഞ്ഞില്ല എന്നത് തന്നെയാണ് നമുക്കിവിടെ തീർത്തും കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ അത് മറ്റ് വഴികാട്ടികൾ അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ വഴി നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടാകാം. കാരണം നിങ്ങളുടെ പ്രണയത്തിന് വിജയം ലഭിച്ചു എന്നുള്ള കാര്യം. തീർത്തും ഇനി ഈ വ്യക്തിയുടെ വരവാണ്. ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വരാൻ പോകുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളിലേക്ക് ഓരോ തവണ വരാൻ ശ്രമിക്കും തോറും വഴി മുടക്കുവാൻ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വഴി കാണിച്ചു കൊടുക്കാനാണ് ധാരാളം വ്യക്തികൾ ഈ വ്യക്തിക്ക് ചുറ്റിനും ഉള്ളത്. അതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയെ മറ്റുള്ളവർ നിയന്ത്രിക്കാനും അവരുടെ വരുതിയിലാക്കാനും അവർ പറയുന്നത് പോലെ അനുസരിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചതായി കാണപ്പെടുന്നുണ്ട്. പലതരത്തിലുള്ള മന്ത്രതന്ത്രങ്ങളിലൂടെയും ഈ വ്യക്തിയുടെ ശ്രദ്ധ നിങ്ങളിൽ നിന്നും തിരിക്കാനായി നോക്കിയവരായിട്ടും കാണിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ശക്തിയെല്ലാം ക്ഷയിച്ചു പോയതായിട്ടും, അല്ലെങ്കിൽ അത്തരം മന്ത്രങ്ങളുടെയും തന്ത്രങ്ങളുടെയും ജാലവിദ്യകളുടെയും ആ ഒരു സമയം തീർന്നു പോയതായിട്ടും കാണിക്കുന്നുണ്ട്. അത് തീർന്നു പോയപ്പോൾ യഥാർത്ഥ ശക്തിയുടെ ഉദിച്ചുയർച്ചയാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിനോടകം പല ശത്രുക്കൾക്കും അവരുടേതായിട്ടുള്ള കർമ്മഫലത്തിന്റെ തിരിച്ചടിയായി പലതരത്തിലുള്ള മോശപ്പെട്ട അവസ്ഥകൾ അവർക്ക് വന്നു ചേരാനുള്ള സാധ്യതകൾ ഏറെയായി കാണിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളോട്, അതായത് നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളെ നോക്കി ചിരിക്കുകയും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്ത് തിരിഞ്ഞു നിന്നുകൊണ്ട് നിങ്ങളെ ദ്രോഹിക്കുകയും പിന്നിൽ നിന്ന് കുത്തി നിങ്ങളെ വ്രണപ്പെടുത്താൻ ശ്രമിച്ചതുമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ അവരുടെ എല്ലാം തനിമുഖങ്ങൾ നിങ്ങൾ ഇനി കാണാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവമോ പ്രപഞ്ചശക്തിയോ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തീർത്തും നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയിലുണ്ടായ ധാരാളം മാറ്റങ്ങൾ നിങ്ങളെ പലതരത്തിലുള്ള ആശയക്കുഴപ്പത്തിലേക്കും കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമായിരിക്കാം, എന്തുകൊണ്ടാണ് ഇദ്ദേഹം എന്നോടിങ്ങനെ പെരുമാറുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഇത്തരത്തിലുള്ള യാതനകൾ നിങ്ങൾ വളരെയധികം വിഷമിച്ച് ചോദിച്ചതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ സത്യമുള്ളത് കൊണ്ട് തന്നെയാണ് പലതരത്തിലുള്ള കാപട്യ മുഖങ്ങളും കാപട്യമായിട്ടുള്ള സാഹചര്യങ്ങളും നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നത്, അതിൻ്റെ സത്യാവസ്ഥ നിങ്ങളുടെ ചെവികളിൽ എത്തിച്ചേരുന്നതും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മോശപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടാത്തവരാണ്, ഈ പ്രപഞ്ച ശക്തിക്ക് പോലും നിങ്ങളെ വേണ്ട എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും മായ്ച്ചു കളഞ്ഞോളൂ. എന്തുകൊണ്ടും നിങ്ങൾക്ക് അതിശക്തമായിട്ടുള്ള ഒരു ശക്തിയുടെ പിന്തുണയും സംരക്ഷണവും നിങ്ങൾക്കുണ്ട്, നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളെ അത് മുന്നോട്ട് നയിക്കുന്നുമുണ്ട്. ആ ഒരു കാര്യത്തിൽ നിങ്ങളിനി സംശയിക്കേണ്ട ആവശ്യമില്ല. കുറച്ചധികം വേദനിക്കേണ്ടതും അല്ലെങ്കിൽ ത്യാഗങ്ങൾ സഹിക്കേണ്ടതുമായി വന്നാൽ പോലും നിങ്ങൾ ഒരിക്കലും ഒന്നിനെയും വിട്ടുകളയരുത്. കാരണം ദൈവത്തിന്റെ അന്തിമ തീരുമാനം, അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയുടെ അന്തിമ തീരുമാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീർത്തും അനുകൂലം തന്നെയായിരിക്കും. കാരണം ജയിക്കാനായി വിധിക്കപ്പെട്ടവർ തന്നെയാണ് നിങ്ങൾ. പക്ഷെ അതിൽ കുറച്ചും കൂടെ ദൈവാധീനം, വിശ്വാസം, വ്രതം, ഉപാസന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കൂടുതലായി കൂട്ടിപ്പിടിക്കേണ്ടതായിട്ടുണ്ട്. എന്തു തന്നെ ആയാലും ഈ വ്യക്തി പലതരത്തിലും ഈ വ്യക്തി
പുതിയതായിട്ട് തുടങ്ങി വെക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു ജോലി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തകളാണ് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കാനായി പോകുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള വാർത്തകളൊക്കെയായി നിങ്ങൾ കാത്തിരിക്കുക. കാരണം നിങ്ങളുടെ ചെവിയിലേക്ക് അധികം വൈകാതെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്താണോ, ഈ വ്യക്തി എന്തായി തീരണം എന്നാണോ നിങ്ങൾ ആഗ്രഹിച്ചത്, അതിലേക്ക് ഈ വ്യക്തി എത്തിച്ചേരുന്നു. അതുപോലെ നിങ്ങളുടെ സ്നേഹത്തിന് തിരിച്ചു നൽകാനും അതിൻ്റെ 100 ഇരട്ടിയായി തിരിച്ചു നൽകാനും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് അധ്വാനിച്ചിട്ടുണ്ട്, ഇപ്പോഴും അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് തീർത്തും മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് തീർത്തും ഈ ഒരു വായന ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വായന വളരെ വളരെ വിലപ്പെട്ടതായും ഈ ഒരു വായനയ്ക്ക് വേണ്ടി കാത്തിരുന്നവർ ഉണ്ടായിട്ടുണ്ടാകാം. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു പ്രപഞ്ച സന്ദേശവുമായിട്ടാണ് ഇന്ന് നമുക്ക് വരാൻ സാധിച്ചത്. അപ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വായന നിർത്തുകയാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.